താനൂർ ബോട്ട് അപകട കേസിൽ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. ജഡ്ജിമാർ സൈബർ ആക്രമണത്തിന് ഇരയാകുന്നു. ഒരു കുടുംബത്തിലെ 11 പേർ മരിച്ചിട്ടും മിണ്ടാതിരിക്കണമോ എന്ന് കോടതി ചോദിച്ചു. ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ അത് സർക്കാർ വിരുദ്ധമായി ചിത്രീകരിക്കുന്നുവെന്നും പറയാനുള്ളത് മുഖത്ത് നോക്കി പറയണമെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വ്യക്തമാക്കി. വിവരങ്ങളുമായി ഡാനി ഇപ്പോൾ ചേരുകയാണ്. ഡാനി, കഴിഞ്ഞ ദിവസം ഡോക്ടർ വന്ദനയുടെ കേസ് പരിഗണിച്ചപ്പോഴും ഈ രീതിയിലുണ്ടാകുന്ന സൈബർ ആക്രമണത്തെക്കുറിച്ച് പരാമർശിച്ചു പോയിരുന്നു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ. അതിന് മുന്നിൽ കീഴടങ്ങില്ല എന്നതും സൂചിപ്പിച്ചിരുന്നതാണ്. ഇന്ന് കുറച്ചുകൂടി കടന്നുള്ള പ്രതികരണങ്ങൾ ഇതേ വിഷയത്തിൽ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ്. എന്തൊക്കെയാണ് പറഞ്ഞത്? രേണുക, കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ താനൂർ ബോട്ട് അപകടത്തെ സംബന്ധിച്ച് ഹൈക്കോടതി സ്വമേധയാ കേസ് എടുത്തിരുന്നു. അതോടൊപ്പം തന്നെ ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ഇന്ന് ഹാജരാക്കാനടക്കം ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് ഈ കേസ് ഇന്ന് പരിഗണിക്കുമ്പോൾ ഹൈക്കോടതി വളരെ നിശിതമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ച് ഈ കോടതിക്കെതിരെ അടക്കം നടക്കുന്ന ഈ ഓൺലൈൻ അക്രമത്തിനെതിരെ അടക്കം കാര്യങ്ങൾ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു. ഇത്തരം കാര്യങ്ങളൊന്നും മുഖവിലേക്ക് എടുക്കുന്നില്ല, ഇതിൽ ഒട്ടും ഭയപ്പെടുന്നുമില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. കോടതിക്ക് ജനങ്ങളോടാണ് ബാധ്യതയുള്ളത്, ഭരണഘടനാ പ്രകാരമാണ് കോടതി പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ യാതൊരു വിട്ടുവീഴ്ചകളും ഉണ്ടാകില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. ഈ ബോട്ട് അപകടം കോടതി അത് അന്വേഷിക്കുന്നതിന് അമിക്കസ് ക്യൂറി ഹൈക്കോടതി ചുമതലപ്പെടുത്തിയിരിക്കുന്നു. ഇതിൽ താനൂർ ബോട്ട് ദുരന്തം അത് ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ അത് സർക്കാർ വിരുദ്ധമാകുമോ എന്ന് കോടതി ഒരു ഘട്ടത്തിൽ ചോദിക്കുകയുണ്ടായി. ജഡ്ജിമാർക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല, അവരെ നിശബ്ദരാക്കി, അവരെ ഭയപ്പെടുത്തി നിശബ്ദരാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമാണ് ഈ സൈബർ ആക്രമണവും മറ്റും നടക്കുന്നത്. പക്ഷെ ഇതിനെ കോടതി മുഖവിലേക്ക് പോലും എടുക്കുന്നില്ല എന്ന് കോടതി വ്യക്തമാക്കുകയുണ്ടായി. അഭിഭാഷകരടക്കം സൈബർ ആക്രമണത്തിന്റെ ഇരയായി മാറുന്നുണ്ടെന്ന് കോടതി ചൂണ്ടിക്കാണിച്ചു. ഇതിൽ ബോട്ട് സർവീസിന്റെ കാര്യങ്ങളിലടക്കം കൃത്യമായ ഇടപെടലുകൾ വേണ്ടിയിരുന്നതാണ്. പെരുന്നാൾ സമയത്ത് ബോട്ട് സർവീസ് നിർത്താൻ ആവശ്യപ്പെട്ടിരുന്നുവെന്ന് താനൂർ മുനിസിപ്പാലിറ്റി ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. നിർത്തിവെച്ചെങ്കിലും തൊട്ടടുത്ത ദിവസം തന്നെ വീണ്ടും ആരംഭിച്ചുവെന്ന് മുനിസിപ്പാലിറ്റി ചൂണ്ടിക്കാണിച്ചു. ഒപ്പം തന്നെയും ഇതിൽ മരിച്ചയാളുടെ അമ്മ കേസിൽ കക്ഷി ചേരാൻ നൽകിയ അപേക്ഷയെ സർക്കാർ എതിർത്തു. അതിനെയും കോടതി ചോദ്യം ചെയ്തു. എന്തിനാണ് ഇത് എതിർക്കുന്നതടക്കം കോടതി ചോദിച്ചു. ജഡ്ജിമാരുടെ സഹിഷ്ണുത ബലഹീനതയായി കാണരുതെന്നും കോടതി മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. കേസിൽ ഇപ്പോഴും വാദം തുടരുകയാണ്. ശരി, ഡാനിപ്പോളാണ് വിവരങ്ങൾ നൽകിയത്. ഇടവേള.